ഹലോ ഫ്രണ്ട്സ്, ഇറഗുലർ പീരീഡ്സ് എന്നത് ക്രമരഹിതമായ ആർത്തവം അല്ലെങ്കിൽ ആർത്തവ ക്രമക്കേട് എന്ന് പറയാം. അതായത് ആർത്തവ ചക്രം കൃത്യസമയത്ത് വരാതിരിക്കുക, ഇടവേളകൾ മാറുന്നുണ്ടാവുക, രക്തസ്രാവത്തിന്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യുക, അല്ലെങ്കിൽ ആർത്തവ ദിനങ്ങളിൽ വ്യത്യാസങ്ങൾ വരിക എന്നിവയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഒരു സാധാരണ മെൻസ്ട്രൽ സൈക്കിൾ അഥവാ ആർത്തവ ചക്രത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്ന് നോക്കാം. മാസമുറ തുടങ്ങിയത് മുതൽ ആദ്യത്തെ 18 ദിവസത്തിലെ 10 മുതൽ 18 വരെയുള്ള ഡേറ്റിലാണ് ഓവുലേഷൻ അഥവാ അണ്ടവിസർജനം നടക്കുന്നത്. അതായത് അണ്ടാശയത്തിൽ നിന്നും ഓരോ മാസവും ഓരോ ഓവം വീതം പുറത്തു വരികയും ചെയ്യുന്നു. ഇത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോണുകളെ കൊണ്ടാണ് നടക്കുന്നത്. ഈ ഓവം ഗർഭപാത്രത്തിന്റെ സൈഡിലുള്ള ഫെല്ലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ട് സ്പേമുമായി കൂടി ചേർന്ന് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഇങ്ങനെ ബീജസങ്കലനം അഥവാ ഫെർട്ടിലൈസേഷൻ നടന്നില്ല എങ്കിൽ യൂട്രസിന്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയറായ എൻഡോമീട്രിയത്തിൽ നിന്നും അടർന്ന് ഓവം കൂടിച്ചേർന്ന് രക്തത്തോടൊപ്പം പുറത്തേക്ക് വരുന്ന കണ്ടീഷനെയാണ് മെൻസ്ട്രുവേഷൻ അഥവാ ആർത്തവം എന്ന് വിളിക്കുന്നത്. ഹെൽത്തി ആയ ലേഡീസിൽ ഇത് നോർമലി 21 ദിവസം കൂടുമ്പോഴോ 35 ദിവസം കൂടുമ്പോഴോ ആണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ ചിലരിൽ 15 ദിവസം കൂടുമ്പോഴോ 1-2 മാസം കൂടുമ്പോഴോ ഇത് വരാറുണ്ട്. ആ ടൈമിൽ സിവിയർ ആയിട്ടുള്ള പെയിനും കാണിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിനെയാണ് ഇറഗുലർ പീരീഡ്സ് അഥവാ ക്രമം തെറ്റിയ ആർത്തവം എന്ന് പറയുന്നത്. ഇതിൽ സാധാരണയായിട്ട് ക്രമം തെറ്റിയ ആർത്തവം എങ്ങനെയൊക്കെ കാണുന്നു എന്ന് നമുക്ക് നോക്കാം. ഒരു 18 വയസ്സ് വരെ ആർത്തവം ക്രമം തെറ്റി വരാറുണ്ട്. അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയങ്ങളിലും 6 മാസം മെൻസസ് ആകാതെയായിട്ട് വരാം. അതുപോലെ മെനോപോസ് അഥവാ ആർത്തവ വിരാമം സമയങ്ങളിൽ ക്രമം തെറ്റിയ രീതിയിലും ആർത്തവം ഉണ്ടാവാറുണ്ട്. സാധാരണയായി ആർത്തവ വിരാമം 45 വയസ്സ് മുതൽ 55 വയസ്സിൽ സംഭവിക്കുന്നു. 12 മാസത്തോളം ആർത്തവം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇത് സ്ഥിരീകരിക്കുന്നു. ഇത് ഹോർമോൺ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട ശാരീരികവും മാനസികവുമായ ലക്ഷണങ്ങൾക്കും കാരണമാകാറുണ്ട്. ഇപ്പൊ പറഞ്ഞ കുറച്ച് കാരണങ്ങൾ സാധാരണയായി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ തന്നെ നടക്കുന്നതാണ്. ഇനി ഇറഗുലർ പീരീഡ്സിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നോക്കാം. ജീവിതശൈലിയും ആരോഗ്യ പ്രശ്നങ്ങളും കൊണ്ട് ആണ് മെയിനായിട്ടും ഇത് ഉണ്ടാകുന്നത്. മാനസികാരോഗ്യം തന്നെയാണ് ഇതിലെ പ്രധാന വില്ലൻ. മെന്റൽ ടെൻഷൻ, പിന്നെ വർക്കിൽ സംബന്ധിച്ച ഏതെങ്കിലും ടെൻഷൻ, ഫാമിലിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടെൻഷൻ, ഇവയൊക്കെ ഇതിന്റെ കാരണങ്ങളാകാം. രണ്ടാമത്തേത് ഉറക്കമില്ലായ്മ. ചിലപ്പോൾ സ്ട്രെസ് കൊണ്ടാകാം, അല്ലെങ്കിൽ ഫോണിന്റെ അമിതമായ യൂസ് കൊണ്ടാകാം. എന്തു തന്നെ ആയാലും കറക്റ്റ് ആയിട്ടുള്ള സ്ലീപ്പ് പാറ്റേൺ ഫോളോ ചെയ്യുക. നെക്സ്റ്റ് കോസ് എന്ന് പറയുന്നത് ഫുഡാണ്. പോഷകാഹാരങ്ങളുടെ അഭാവം, രക്തക്കുറവ് എന്നിവ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ജങ്ക് ഫുഡ് കഴിക്കുന്നതും പ്രധാന കാരണമാണ്. ഗർഭനിരോധന ഗുളികകളുടെ യൂസേജ്, അതുപോലെ തന്നെ സൈക്കിയാട്രിക് മെഡിസിൻസ് കഴിക്കുന്നവർക്കും ഇത് ഉണ്ടാകാറുണ്ട്. ചില അസുഖങ്ങൾ കൊണ്ടും ഇറഗുലർ പീരീഡ്സ് ഉണ്ടാകാം. അതിലൊന്നാമതാണ് PCOD, പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം. ഇത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണ്. ഇതിന്റെ ലക്ഷണങ്ങൾ പരിശോധിക്കാം. ഫസ്റ്റ് വൺ, മാസമുറ തെറ്റി വരിക. 1-2 മാസം കൂടുമ്പോൾ പീരീഡ്സ് ഉണ്ടാകുക, പീരീഡ്സ് നേരത്തെ തന്നെ ഉണ്ടാകുക, പീരീഡ്സിന്റെ നോർമൽ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം അത് കുറച്ച് ദിവസത്തേക്ക് നീണ്ടു നിൽക്കുക, അതുകൊണ്ട് തന്നെ രക്തക്കുറവ് ഉണ്ടാകുക. ഈ കണ്ടീഷനിൽ പുരുഷ ഹോർമോൺ കൂടുതലായി കാണും. ഇതിന്റെ കാരണം എന്തെന്നാൽ നമ്മുടെ ശരീരത്തിലെ ഷുഗർ അളവ് നിയന്ത്രിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ പ്രവർത്തനം ശരിയായല്ലാതെ ഇരിക്കുന്നത് വഴി ശരീരത്തിൽ ഷുഗറിന്റെ അളവ് കൂടുകയും ഷുഗറിൽ നിന്ന് കൊഴുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതിൽ നിന്നുമാണ് പുരുഷ ഹോർമോൺ ഉണ്ടാകുന്നത്. ഇതിന്റെ ഭാഗമായി എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നുവെന്ന് നോക്കാം. അമിതമായ രോമവളർച്ച, മുഖക്കുരു ഉണ്ടാകുക, അമിതമായ മുടികൊഴിച്ചിലുണ്ടാകുക, കഴുത്തിന് പിൻസൈഡിൽ ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ ഉണ്ടാവുക, കൊഴുപ്പ് കൂടിയതുകൊണ്ട് തന്നെ അമിതമായ വണ്ണം എന്നിവയാണ്. ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ച് ആക്കുക. എപ്പോഴും ആക്റ്റീവ് ആയിരിക്കുക, പകൽ ഉറങ്ങുന്നത് ഒഴിവാക്കുക, എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യുക, സ്വീറ്റ്സ്, ജങ്ക് ഫുഡ്സ്, ബേക്കറി ഐറ്റംസ് എന്നിവ ഒഴിവാക്കുന്നത് വഴി PCODയിൽ നിന്നും പെട്ടെന്ന് തന്നെ മുക്തി നേടാൻ സാധിക്കും. അടുത്തത് തൈറോയ്ഡ് കാരണവും ഇറഗുലർ പീരീഡ്സ് വരാം. ഹൈപ്പോതൈറോയിഡിസത്തിനെ കൊണ്ടുള്ള വീഡിയോ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സിംറ്റം ആയിരുന്നു ഇറഗുലർ പീരീഡ്സ് എന്നത്. ഇനി കുറച്ച് ഹോം റെമഡീസ് പരിചയപ്പെടാം. കറുകപ്പട്ട, നല്ല ജീരകം, ഇഞ്ചി എന്നിവ തിളപ്പിച്ച് ആ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ആർത്തവ ദിനങ്ങളെ ക്രമീകരിക്കുന്നതിന് ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് ഇഞ്ചി.
ഇത് ആർത്തവ ദിനങ്ങളിലെ ശരീരപ്രവർത്തനങ്ങളുടെ ഒഴുക്കിനെ മെച്ചപ്പെടുത്തുകയും മലബന്ധം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ തടയുവാനും സഹായിക്കുന്നു. കുറച്ച് ഇഞ്ചി അരച്ചെടുത്ത് 1 കപ്പ് വെള്ളത്തോടൊപ്പം ചേർത്ത് 5 മിനിറ്റ് തിളപ്പിക്കുക. ഇത് അരിച്ചെടുത്ത് കുറച്ച് തേൻ കൂടി ആക്കി കുടിക്കുക. പീരിയഡ്സ് ടൈമിൽ ദിവസവും ഭക്ഷണത്തിന് ശേഷം 1-2 നേരം കഴിക്കുന്നത് നല്ലതാണ്. പെരുംജീരകം. ഇതിലെ ആന്റിസ്പാസ്മോഡിക് ഗുണങ്ങൾ മലബന്ധത്തെ അകറ്റി നിർത്തുന്നു. 1 ഗ്ലാസ് വെള്ളത്തിൽ 2 ടീസ്പൂൺ പെരുംജീരകം രാത്രി മുഴുവനും കുതിർത്ത് വെച്ച് രാവിലെ എഴുന്നേറ്റ് കുടിക്കുന്നത് നല്ലതാണ്. മഞ്ഞൾ പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ കലക്കി 2 അല്ലെങ്കിൽ 3 നേരം ദിവസവും കുടിക്കുന്നത് നല്ലതാണ്. ഉലുവ കുതിർത്ത് വെച്ച വെള്ളം കുടിക്കുന്നത് ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള വേദന കുറയ്ക്കുന്നതിന് സഹായകമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഇലവർഗ്ഗങ്ങൾ, മത്സ്യം, മുട്ട, പഴങ്ങൾ, പച്ചക്കറികൾ, എള്ള്, ഡേറ്റ്സ്, തൈര്, ബദാം എന്നിവ ഉൾപ്പെടുത്തുന്നതും അനുയോജ്യമായിരിക്കും. എള്ള് നന്നായി വറുത്ത് പൊടിച്ച് ബോളസ് രൂപത്തിലാക്കി ഡെയിലി കഴിക്കുന്നതും നല്ലതാണ്. ഡേറ്റ്സ് ഡെയിലി കഴിക്കുന്നത് രക്തക്കുറവും വിളർച്ചയും പരിഹരിക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഇപ്പൊ ഫുഡിൽ എന്തൊക്കെ നമ്മൾ ആഡ് ആക്കാനുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. ഇനി ഇത് കൂടാതെ തന്നെ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസും കൂടെ നമ്മളെ ഡെയിലി റൂട്ടീൻ്റെ അകത്ത് ആഡ് ആക്കുന്നത് ഇറഗുലർ പീരീഡ്സിനെ കുറക്കാൻ വേണ്ടി സഹായിക്കുന്നതായിരിക്കും. സൈക്ലിംഗ്, സ്കിപ്പിംഗ്, സ്വിമ്മിങ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് എങ്കിലും വാക്കിംഗ് ചെയ്യുന്നതും നല്ലതായിരിക്കും. ഇതിനൊപ്പം തന്നെ വെള്ളം നന്നായിട്ട് കുടിക്കാനും ശ്രദ്ധിക്കണം. അതുപോലെ ഇറഗുലർ പീരീഡ്സിനായിട്ടുള്ള യോഗാസനങ്ങളും നിങ്ങൾക്ക് ചെയ്യാം. അതിൽ ഒന്നാണ് ബട്ടർഫ്ലൈ എക്സസൈസ്. ആദ്യം തറയിൽ നിവർന്നിരുന്ന് കാലുകൾ നീട്ടിവെച്ച് അതിനുശേഷം 2 കാലുകളും മടക്കി പാദങ്ങൾ ചേർത്ത് വയ്ക്കുക. 2 കൈകൾ കൊണ്ട് പാദങ്ങളിൽ മുറുക്കെ പിടിച്ച് മടക്കിയ കാലുകൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കുക. മുതുക് നേരെ നിവർത്തിയിരിക്കാൻ ശ്രദ്ധിക്കണം. ശലഭത്തിന്റെ ചിറകുകൾ അടിക്കുന്നത് പോലെ 2 കാൽമുട്ടുകളും ഒരേ സമയം താഴോട്ടും മുകളിലോട്ടും സാവധാനം ചലിപ്പിക്കുക. ആർത്തവ ദിനങ്ങളെ ക്രമീകരിക്കാൻ വേണ്ടി റിസൾട്ട് കണ്ട ഒരു എക്സസൈസ് ആണ് ബട്ടർഫ്ലൈ എക്സസൈസ് എന്നത്. ശ്വാസം എടുക്കുമ്പോൾ മുട്ടുകൾ മേലോട്ടേക്കും ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് മുട്ടുകൾ താഴോട്ടേക്കും ചലിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ഒരു യോഗാസനമാണ് പാദഹസ്താസനം. ഇതും ഡെയിലി രാവിലെയും വൈകുന്നേരവും എന്ന രീതിയിൽ ചെയ്യുന്നതും നല്ലതായിരിക്കും. അതുപോലെ തന്നെ യോഗ, ബ്രീത്തിങ് എക്സസൈസ് എന്നിവ സ്ട്രെസ് കുറക്കാൻ വേണ്ടി സഹായിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.